ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഈ കാണുന്നതാണ് എന്റെ നാട്ടിലെ പള്ളി. നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ പള്ളിക്കുള്ള കുറച്ച് കുടുംബക്കാരെ കാണാൻ. 2-3 ദിവസം നമ്മുടെ നാട്ടിൽ ഫുള്ള് മഴ ആയ കാരണത്താൽ ഇന്ന് ഫുള്ള് വെയിൽ. പള്ളിക്കലാണെങ്കിലോ കടക്കണോടത്ത് മുഴുവൻ ഗേറ്റ് തുറന്ന ക്ഷീണത്തിൽ നടന്നു പോകണം. ഇതിലായി ക്ഷീണം കഴിയുന്നതിനും അതാ പിന്നെ ഒരു ഗേറ്റ്. ആദ്യം നമ്മൾ പോയത് വെല്ലിപ്പാന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൂടി പോയി. ഇതൊക്കെ നമ്മളെ സ്വന്തം കുടുംബക്കാരാണ്. എല്ലാവരൊക്കെ നോക്കിയപ്പോഴാണ് നമ്മളെ നാട്ടിലത്തെ പള്ളിന്റെ യഥാർത്ഥമായിട്ടുള്ള ഭംഗി. കുറച്ച് ഇടത്തോട്ടാണ് തിരിഞ്ഞപ്പോഴാണ് ആകാശത്ത് നിന്ന് മയക്കാറില്ല എന്നുള്ളതും മനസ്സിലായത്. പള്ളിക്കാടിന്റെ ചില ഭാഗങ്ങൾ മാത്രം പലരും വെട്ടി വൃത്തിയാക്കി. നമ്മളെ പള്ളി യഥാർത്ഥമായിട്ട് വരുന്നത് നമ്മളെ പത്തമ്പാടാണ്. തിരൂര് ടൗണിൽ നിന്നാകെ 3-4 കിലോമീറ്റർ. അങ്ങനെ പള്ളിയുടെ ഒടുക്കത്തെ ഗേറ്റ് അടച്ചാണ് നമ്മൾ നേരെ പോണത്. എപ്പോ നാട്ടിൽ വന്നാലും വിസിറ്റ് ചെയ്യണേ നമ്മളെ സ്വന്തം ചെങ്ങായിന്റെ പേര്. അവിടെ പോയി കുറച്ചേരം കാത്തുനിന്നപ്പോ നമ്മളെ ചെക്കൻ വന്നു. ഈ കാണുന്ന പൗഡർ ഒക്കെ ഇട്ട് കുട്ടപ്പനായി കണ്ട് ഓൻ നേരെ പോണത് കോളേജ്. അങ്ങനെ അവനോട് ചാറ്റും പറഞ്ഞാണ് നമ്മൾ പിന്നെ പോകുമ്പോഴാണ് പണിക്ക് പോണ 2 ചെങ്ങായിമാരെ കണ്ടത്. എന്തിനാ പണിക്ക് പോകണമെന്ന് വെച്ചപ്പോ പെണ്ണ് കെട്ടാൻ എന്നുള്ള ഒറ്റ ഉത്തരമാണ് 2 പേർക്കും ഒരുപോലെ പറയാനുള്ളത്. വീട്ടിൽ കണ്ട് പോയി നോക്കിയപ്പോഴാണ് എളാപ്പാനോടെ 2 ചെക്കന്മാരെ നിന്ന് തിരിഞ്ഞത്. അത് വേറെ ആരല്ലേ, നമ്മളെ സ്വന്തം അനിയന്മാരാണ്. എന്താണ് ക്ലാസ്സിന് പോകാത്തതെന്ന് വെച്ചപ്പോ ചെക്കൻ പറയാണ് ഇന്ന് ഓന്റെ ഗേൾ ഫ്രണ്ട് ക്ലാസ്സിന് വരുന്നില്ല. അത് കേട്ടപ്പോൾ മിഥിലാജിക്കാരന്റെ ബാല്യം തകർന്നു പോയി. ഇത് നമ്മളെ സ്വന്തം എളാപ്പയാണ്. ഒരു സാധാരണക്കാരനല്ല മൂപ്പര്. ഇപ്പൊ ഈ വാർഡിൽ മത്സരിക്കാൻ വേണം നമ്മളെ സ്വന്തം സ്ഥാനാർത്ഥി. അങ്ങനെ എളാപ്പാനോട് വർത്താനം പറഞ്ഞാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പൊ ശരി, നാം